ഇനിയൊരു നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ എന്തായിരിക്കും പി സി സാധ്യത? 2026 30 കൂടുതൽ സീറ്റോടുകൂടി BJP ആയിരിക്കും കേരളത്തിലെ മുഖ്യമന്ത്രി ആരെന്ന് നിശ്ചയിക്കുന്ന കക്ഷി. ഒരു സംശയം വേണ്ട. ഈ ഒരു കോൺഫിഡൻസ് ഇതേപോലെ പ്രചരണം തുടരുമോ? എന്താ സംശയം? ഞാനിപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം ഇറങ്ങുക, വീട്ടിൽ നിന്ന് ഇറങ്ങുക, നിങ്ങളെ കണ്ടുകൊണ്ടിരുന്നതാണ്. ഞാൻ പോവുക. രാഷ്ട്രീയമായ കാര്യങ്ങൾ തന്നെ BJPയുടെ കാര്യത്തിന് തന്നെ പോകുന്നത്. BJPയിൽ തന്നെ ഉറച്ചു നിൽക്കുമോ? അതിലൊരു എന്താ സംശയം? ഞാനങ്ങനോടത്തും ഞാൻ ഇന്നൊരു ഒരു പാർട്ടിയും ചേർന്നിട്ടില്ല. ഈ ഒരു ഉദാഹരണം, കേരള കോൺഗ്രസ് പാടില്ല, പിരിച്ചുവിടണമെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ തന്നെ പിരിച്ചുവിട്ടില്ലേ? ഞാൻ പറഞ്ഞത് ശരിയായല്ലോ. കോട്ടയത്ത് ജോസ് കെ മണി തീർന്നോ? അതിന് രാജ്യസഭയും തീർന്നു. ഇപ്പോൾ എവിടെ പോയി നിൽക്കും? തീർന്നു, ആ പാർട്ടി തീർന്നു. CPM കൊടുക്കില്ലേ രാജ്യസഭാ സീറ്റ്? അതിന് മടയന്മാരാണോ CPM? രാഗപ്പാടെ ലോകസഭ 4 ഉള്ളൂ. ഇനി ഒരു രാജ്യസഭയെങ്കിലും ഉണ്ടാക്കാൻ നോക്കാതിരിക്കുമോ? അത് കൊടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ വേറൊന്ന്, ജോസഫ് ഒരു സീറ്റ് ഇപ്പോൾ പാർലമെൻറ്റ് കിട്ടിയതിനും പറഞ്ഞു നടക്കുക. എവിടെ ഇരിക്കും സാധനം? ഒരു വാർഡ് കമ്മിറ്റി പറ. എവിടെയെങ്കിലും കേരളത്തിൽ ഏതെങ്കിലും നിയമത്തിൽ തൊടുപുഴ ആ പ്രാന്തപ്രദേശത്തല്ലാതെ വേറെ എവിടെയെങ്കിലും ഒരു വാർഡ് കമ്മിറ്റി ഉണ്ടോ? ഈ സാധനം പിരിച്ചു വിടണമെന്ന് കേരള കോൺഗ്രസ് പറഞ്ഞ് ജോസഫും ദൈവത്തെ ഓർത്ത് ഈ പണി നിർത്തുക. ജോസഫ് നിർത്തി. ചുമ്മാ ഒരു പാവപ്പെട്ട ഒരു പയ്യനുണ്ട്, മകൻ, അവനും കൊണ്ട് നടക്കുന്ന പോട്ടെ, അവന് പാവം ചേർക്കാൻ. ഞാൻ പറഞ്ഞ എന്തിന്? കേരള കോൺഗ്രസ് ഉണ്ടായതാണ് കത്തോലിക്കിൻ്റെയും ക്രിസ്ത്യാനിയുടെയും കഷ്ടകാലം. ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസ്സിനകത്ത് നിന്ന് കോൺഗ്രസ് ക്രിസ്ത്യാനി എപ്പോഴും മാന്യമായി സ്വീകരിച്ചൊരു പാർട്ടിയാണ്. പക്ഷേ ക്രിസ്ത്യാനി എല്ലാം കൂടെ കേരള കോൺഗ്രസ് കൊണ്ട് പോയപ്പോൾ സ്വാഭാവികമായിട്ട് മറ്റ് മതസ്ഥേനത്തിന് മുകളിലോട്ട് വന്ന് കുറ്റങ്ങളുടെ കാര്യം വല്ലതും ഉണ്ടോ? ഈ സാധനം ഒന്ന് പിരിച്ചു കൊണ്ട് കൊണ്ടാവേണ്ടി. അപ്പം തന്നെ കോൺഗ്രസ് നല്ല രീതിയിൽ ജനാധിപത്യം കൊണ്ടുപോകും. BJPയിലോട്ട് വരട്ടെ, നോക്കാന്നേ. ജോസഫ് വരട്ടെ, രണ്ടുപേരും BJPയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വീകരിക്കാം, നമുക്ക് കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നന്നായിക്കൾ ഇവിടെ വന്ന് കേരള കോൺഗ്രസ് ആയിട്ടല്ല BJP ആയിട്ട് പറഞ്ഞു. BJP ആയിട്ട് പറഞ്ഞു, അല്ലാതെ മറ്റേ കച്ചവടമൊന്നും വേണ്ട. അവനെ ഈ മദ്യ കച്ചവടവും അതിന്മേൽ ലാഭവും അഴിമതി ഇതൊന്നും പറ്റില്ല. മാന്യമായി അഴിമതിയില്ലാതെ +2 കച്ചവടമൊന്നും ഇല്ലാതെ മാന്യമായി നിൽക്കാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് BJPയിലേക്ക് വരുന്നതിന് നമുക്ക് ആലോചിക്കാം. ഈ ക്രിസ്ത്യാനികളുടെ കാര്യം എന്താണ് ഇത്തവണ നടന്നത്? എന്താണ് താങ്കളുടെ വിലയിരുത്തൽ? BJPയോട് പറയാം. ക്രിസ്ത്യാനി ഏറ്റവും മാന്യമായി BJPയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള നീക്കം പരസ്യമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുക ഞാൻ. അതിൻ്റെ ഭാഗമായി തൃശ്ശൂരെ വിജയം വളരെ വ്യക്തമാണ്. എല്ലാ മേഖലയിലും മാറ്റം ഉണ്ടായി. പക്ഷേ തിരുവനന്തപുരത്ത് മാത്രം സംഭവിച്ചു ഒളിച്ചു വെക്കാൻ പറയാം. ലാറ്റിൻ സമൂഹം വളരെ മാന്യമായ സമൂഹമാണ്, മത്സ്യത്തൊഴിലാളികൾ. ആ മേഖലയിലാണ് നമ്മുടെ BJP സ്ഥാനാർത്ഥി തോറ്റത്. അവർ തിരിച്ചടിച്ചു. അത് ഞാൻ പോയി അവരൊക്കെ കണ്ടത്. എന്താണ് അവർക്ക് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അവരോട് ചർച്ച ചെയ്യുന്നുണ്ട്. വലിയ BJP വിരോധമുണ്ട് അവിടെ, അവരുടെ ഇടയിലുണ്ട്, മത്സ്യത്തൊഴിലാളികൾ ഉണ്ടാക്കിയെടുത്തവരെ. അത് എന്താണ് കാരണം എന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. എന്നുവെച്ചാൽ ആ എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ആ മത്സ്യത്തൊഴിലാളികളെ കൂടി തീർച്ചയായും BJPയിൽ എത്തിക്കാനുള്ള ശ്രമം നടത്തും. താങ്കളെപ്പോലുള്ളവർ വന്നതൊരു കാരണമായിട്ടുണ്ടോ ക്രിസ്ത്യൻ വോട്ടുകൾ കൂടാൻ? ഇത് സ്വാഭാവികമല്ലേ. ഞാൻ വന്നെന്ന് പറഞ്ഞതുപോലെ തന്നെ എൻ്റെ മനസ്സ്, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. എൻ്റെ മനസ്സിനോടൊപ്പം സ്വാഭാവിക ക്രിസ്ത്യൻ മനസ്സുകൾ പ്രവർത്തിക്കുമെന്ന് ഞാൻ ചിന്തിക്കുക. ഞാൻ ക്രിസ്ത്യൻ മനസ്സിനോടൊപ്പം പ്രവർത്തിക്കുന്നവനാണ്. അപ്പോൾ എൻ്റെ മനസ്സ് ക്രിസ്ത്യാനിയുടെ മനസ്സിനോടൊപ്പം പോകും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ക്രിസ്ത്യാനികളുടെ ഒരു അംഗീകാരമുള്ള പാർട്ടിയായിട്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ BJP വളരണമെങ്കിൽ ഇനി ക്രിസ്ത്യാനി കിട്ടിയേ പറ്റൂ. ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിലും ഞാൻ പറയുന്നത്, ഇവിടെ ഇപ്പം ഈ ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദുമായിട്ട് പാലാപിതാവ് പറഞ്ഞാൽ എന്തൊരു ഗതികേടിലാണ് നമ്മുടെ നിപ്പ്. ഇതിന് മാറ്റം വരുത്തണമെങ്കിൽ ഇവിടുത്തെ ഹൈന്ദവരും ക്രൈസ്തവരും ഒന്നിച്ച് നിന്ന് മുന്നോട്ട് പോകണം. ഹൈന്ദവരും ക്രൈസ്തവരും മാത്രമല്ല, പാവപ്പെട്ട പിന്നോക്കജാതിയും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളൊക്കെ ഒറ്റക്കെട്ടായി മുന്നോട്ട് വന്നെങ്കിലേ നമുക്കിവിടെ രക്ഷപ്പെടാൻ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മളെ എല്ലാം കൂടെ കൊണ്ടുപോയി പാകിസ്ഥാനിൽ ചേർക്കും. അതിനിപ്പുറം നമുക്ക് ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകണം എന്ന് തന്നെ എൻ്റെ അഭിപ്രായം.